അടുത്ത റൗണ്ട് വെടിവെക്കാനായിട്ട് തോക്കിൽ ബുള്ളറ്റുകൾ തിറച്ചുകൊണ്ടിരിക്കുകയാണ് SIT. പക്ഷെ ഇപ്പോൾ മുറിവേക്കാൻ പോകുന്നത് അല്ലെങ്കിൽ വെടിയേക്കാൻ പോകുന്നത് ചെറിയ മീനുകൾക്കല്ല, സിനിമാ താരങ്ങൾ കുറേയധികം ഉണ്ട് എന്നാണ് നിരന്തരം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ടെലിഫോൺ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുള്ള നിരവധി സിനിമാ താരങ്ങളുണ്ട്, മലയാളി സിനിമാ താരങ്ങളുണ്ട്. അതിൽ ജയറാമിൻ്റെയും ഗായകനായ വീരമണിയുടെയും കാര്യം നമ്മൾ മനസ്സിലാക്കിയതാണ്. അത് ചിത്രങ്ങളും വീഡിയോ ഒക്കെ പുറത്തു വന്നതാണ്. കൂടുതൽ വളരെ കൃത്യമായ സിനിമാ താരങ്ങളുണ്ട് എന്നുള്ളതാണ് SIT ലിസ്റ്റിൽ പറയുന്ന ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, നമ്മൾ സോണിയാഗാന്ധിയെയോ അടൂർ പ്രകാശിനെയോ ആൻ്റോ ആൻ്റണിയോ ഒക്കെയാണ് പറഞ്ഞതെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായി നിരവധി ഉന്നത നേതാക്കളുടെ പേരും ഹിറ്റ് ലിസ്റ്റിലുണ്ട്, SITയുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ട്. അവരെയും ചോദ്യം ചെയ്യും. പക്ഷേ അതിനകത്തുള്ളൊരു പ്രശ്നം, ഇത് കണക്റ്റ് ചെയ്യപ്പെടണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒപ്പം നിന്നു, അല്ലെങ്കിൽ കണ്ടു, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്തു, സെൽഫി എടുത്തു എന്നത് മാത്രം വെച്ചുകൊണ്ട് അവരെ ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ കോൾ ലിസ്റ്റിലുള്ളവർ എന്തിനു വിളിച്ചു, ഇതുമായുള്ള ബന്ധം എന്താണ് എന്നുള്ളതൊക്കെ അന്വേഷിക്കുക എന്നുള്ളതാണ് SITയുടെ ഇപ്പോഴത്തെ ചുമതല. അതിന് ലിങ്കുകളും ത്രെഡുകളും ഉണ്ടായാൽ മാത്രമേ SITക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ലിങ്കും ത്രെഡും ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്, ഉണ്ടാക്കാനല്ല കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഉള്ളത്. കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് SIT. അങ്ങനെ കണ്ടുപിടിച്ചാൽ നിരവധി സിനിമാ താരങ്ങൾ, നിരവധി ഉന്നതന്മാർ വരും ദിവസങ്ങളിൽ അകത്താകും. തന്ത്രിയെക്കുറിച്ച് നമ്മൾ കേട്ടതല്ല ഇനി വരാനിരിക്കുന്നത്, കേട്ടത് എത്രയോ കുറവാണ്. മഞ്ഞുമലയുടെ ഇങ്ങേ എൻഡിലുള്ള മലയുടെ തുടക്കം മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റിയിട്ടുള്ളൂ. മല ഇനി അങ്ങോട്ട് കിടക്കുകയാണ്. കുറച്ചൊന്ന് മനസ്സ് തുറന്നിട്ടേ ഉള്ളൂ തന്ത്രി, പലതും സമ്മതിച്ചുകൊണ്ട്. ഇനി പൂർണ്ണമായി തന്ത്രി ഇതിനകത്തുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് പുതിയ വിവരങ്ങൾ വരേണ്ടതുണ്ട്. KP ശങ്കരദാസ് അകത്തായി. 13 പേർ അകത്തായിരുന്നു. മുരാരി ബാബു മുതൽ M വിജയകുമാർ വരെയുള്ള 13 പേർ അകത്തായിരുന്നു. പക്ഷേ 89 ദിവസം കഴിഞ്ഞ് 90-ാം ദിവസത്തിലേക്കും ജയിലിൽ കിടക്കുന്ന 90-ാം ദിവസമായപ്പോൾ മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം കിട്ടി. മുരാരി ബാബു വെളിയിൽ വന്നു. അപ്പോഴിതാ വീണ്ടും KP ശങ്കരദാസ് അകത്തായി, ജയിലിലായി. KP ശങ്കരദാസ് ഈ വളരെ കുറഞ്ഞ ദിവസങ്ങൾ 10, 50, 60 ദിവസം അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ മകൻ IPS ആയ ഹരിശങ്കറിൻ്റെ ഒരു കെയർ ഓഫിൽ നിന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരാക്ഷേപം വന്നിരിക്കുന്നത്, സിനിമാ ഷൂട്ടിംഗ് നടന്നു ശബരിമലയിൽ ഈ സീസണിൽ, ഇപ്പം കഴിഞ്ഞ സീസണിൽ മകരവിളക്ക് അനുവദിച്ച സീസണിൽ സിനിമാ ഷൂട്ടിംഗ് നടന്നു എന്നതാണ്. അതിൽ ശ്രീജിത്ത് IPSൻ്റെ പേരും കേൾക്കുന്നു. ഒരു പേരുണ്ട്. അപ്പോൾ ഒരു സംവിധായകൻ സിനിമ ഷൂട്ട് ചെയ്തു, ശ്രീജിത്ത് IPSൻ്റെയും കൂടി അനുവാദം എടുത്തിട്ടാണ് ചെയ്തു എന്നൊരു വാദം പറയുന്നുണ്ട്. പക്ഷേ അത് ശ്രീജിത്ത് IPS അത് നിഷേധിച്ചിട്ടില്ല. അത് ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല, ചിലപ്പോൾ ചോദിച്ചായിരിക്കും, അത് എന്താണെന്നറിയില്ല, കാര്യം നമുക്കറിയില്ല. പക്ഷെ എന്തായാലും ജയകുമാർ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇനി ആ വിവാദവും, സിനിമ എടുക്കുന്ന വിവാദവും ഉണ്ടോ? പമ്പ മാത്രമേ ഷൂട്ട് ചെയ്തോളെന്ന് സംവിധായകൻ പറയുന്നു. അല്ല, സന്നിധാനവും ഷൂട്ട് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടി എന്നുള്ള വാദവും. പണ്ട് ജയമാല ഇതുപോലെ സിനിമയിൽ അഭിനയിച്ചതിൻ്റെ വിവാദം ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോഴിതാ പുതിയ സിനിമാ വിവാദവും. ചുരുക്കത്തിൽ ശബരിമലയിൽ ഒന്നൊഴിയാതെ ഓരോ ദിവസവും ശനിയുടെ അപഹാരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.